മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂലി മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവിയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കൂലി റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതുവരെ എനിക്ക് കാണുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. സോ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആയതിന് പിന്നുള്ള സ്റ്റോറി പറയാം. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഐൽസ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ടാസ്ക് കൊടുക്കും മൂവിയെ കുറിച്ചിട്ടൊക്കെ പറയാം, സ്പീക്കിംഗ് ആക്ടിവിറ്റി. സോ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് 2-3 പേര് നമ്മുടെ രജനീകാന്തിൻ്റെ ഓൾഡ് മൂവീസ്, അതായത് ഭാഷ, അതുപോലെ തന്നെ പടയപ്പ, ഇതുപോലുള്ള മൂവീസിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡിസ്കഷൻ വന്നു രജനീകാന്തിനെ കുറിച്ചിട്ട്. സോ ആ ഡിസ്കഷൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ വന്നതിന് ശേഷമാണ്, കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം ശരി കൂലി പോയി കണ്ടേക്കാം. പണ്ടത്തെ നമ്മുടെ രജനീകാന്തും ഇപ്പോഴത്തെ രജനീകാന്തും ഒക്കെ കൂടുതലൊരു ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ആ മൂവി കാണാൻ പോയത്. അപ്പോൾ നമ്മുടെ പടയപ്പ മൂവിയിൽ നമ്മുടെ നീലാംബരീനെ ആഫ്റ്റർ കുറേ ഇയേഴ്സ് കഴിഞ്ഞിട്ട് കാണാൻ വന്നിട്ട് ആ ഒരു ഹാള് നടക്കുന്ന സീക്വൻസ് ഉണ്ടല്ലോ. സോ നീലാംബരി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത്രയും ഏജ് ആയാലും ആ സ്റ്റൈലും സ്വാഗും ഒന്നും വിട്ടു പോയിട്ടില്ല എന്നുള്ളത്. സോ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരൊറ്റ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആ മൂവി കാണാൻ പോയത്. സോ ആ മൂവിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ രജനീകാന്ത് സൂപ്പറാണ്. കാരണം ഇത്രയും ഏജ് ആയിട്ട് നമ്മൾ പറയും ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബിങ് ആക്ടേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫ് ഈസി എന്നൊക്കെ പറയും. പക്ഷേ രജനീകാന്തിൻ്റെ ഈ ഒരു ഏജും അതുപോലെ തന്നെ ഹെൽത്തും കമ്പയർ ചെയ്യുമ്പം ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡാൻസ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ആൾ നല്ലപോലെ എഫേർട്ട്ലെസ്ലി ചെയ്യുന്നുണ്ട്. കൊടുത്ത വർക്ക് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് ആ വർക്കിനുള്ള ഡെഡിക്കേഷൻ നമുക്ക് നന്നായി അറിയുന്നുണ്ട്. പിന്നെ ശ്രുതി ഹാസൻ, അതുപോലെ തന്നെ സൗബിൻ താഹിർ, സൗബിൻ്റെ ഒക്കെ അഭിനയം നമുക്ക് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി അടിപൊളിയാണ്. അതുപോലെ തന്നെ സൗബിൻ്റെ പേരായിട്ട് വരുന്ന ഗേള്, അതുപോലെ തന്നെ എന്താണ് പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേന്ദ്ര റാവുവിൻ്റെ ഒരു പ്രസൻസ് എനിക്കത് അത്ര ഒരു കുത്തി കയറ്റിയത് പോലെ തോന്നി. അത്രയ്ക്ക് ഒരു മാൻഡേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ അത്രയും നേരം സസ്പെൻസ് കൊടുത്തിട്ട് ആ സസ്പെൻസിന് മാത്രം ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രസൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മുടെ ആരാണ് ആമീർ ഖാൻ്റെ എൻട്രി, ആക്ച്വലി ആ ഒരു വരുന്ന സീനൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ആരാണെന്നൊക്കെ ഇതാക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും. പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ ഒരു കോമിക് ഫിഗർ ആയിട്ട് മാറുന്ന പോലെ തോന്നി. അതുപോലെ നാഗാർജുന പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു എനിക്കെന്താണെന്ന് വെച്ചാൽ ഓൾഡ് ആക്ടേഴ്സ് അവരവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അവരവർ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി കുറച്ച് വീക്കായ പോലെ തോന്നി. പിന്നെ നമ്മുടെ വിക്രമൊക്കെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഇതേപോലെ സഡനായിട്ടൊരു തീരുമാനത്തിൽ പോയി കണ്ടതാണ് വിക്രമും. പക്ഷെ വിക്രമൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സോ എനിക്ക് ആ ഒരു വാവ് ഫാക്ടർ ഉണ്ടായി തോന്നിയില്ല ഈ കൂലിയിൽ. സോ ഓവറോൾ ഓക്കെ മൂവിയാണ്. പക്ഷേ നമ്മൾ ലോകേഷ് കനകരാജിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് കാരണമാണോ എന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഹാസൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രുതി ഹാസനാണെങ്കിലും റബേക്ക ആണെങ്കിലും എല്ലാവരും, അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും അവർക്ക് കൊടുത്ത റോൾസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് ഒക്കെ ആണെങ്കിലും നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചില സീൻസൊക്കെ കണ്ട് നമുക്ക് ഗൂസ് ബംസ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾഡ് ആയിട്ടുള്ള നമ്മുടെ പടയപ്പയിലൊക്കെ ഭാഷയിലൊക്കെ ഉള്ള രജനീകാന്തും അതുപോലെ തന്നെ ഇപ്പോഴുള്ള രജനീകാന്തിനെ കാണുമ്പോൾ രജനീകാന്തിൻ്റെ ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു സ്വാഗ് സ്റ്റൈല് നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് രജനീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോറിഫൈ ചെയ്ത് പ്രത്യേകതരം ഒരു ആളോടുള്ളൊരു ഇതുണ്ടാവും, സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റാറിനോടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. സോ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുട്ടിയാകുമ്പോൾ എനിക്ക് ഇത്ര രജനീകാന്ത് അത്രയ്ക്ക് ഗുഡ് ലുക്കിംഗ് എന്നല്ലാത്ത എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഗ്രോ അപ്പ് ആകുമ്പോൾ മെച്യൂർഡ് ആകുമ്പോൾ ഒരു സ്റ്റാർ എന്താണ്, ആക്ടർ എന്താണ്, അതുപോലെ തന്നെ അവരുടെ എഫേർട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രജനീകാന്തിൻ്റെ ഡെഡിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ രജനീകാന്ത് ചെയ്ത വർക്കുകളൊക്കെ ആണെങ്കിലൊക്കെ ഞാൻ ഇപ്പോൾ നന്നായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്. സോ രജനീകാന്ത് സൂപ്പർബാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു ഉപേന്ദ്ര റാവുവിൻ്റെ കേസ് പറഞ്ഞ പോലെ സ്റ്റോറി കുറച്ച് നന്നായി വീക്കാണെന്ന് തോന്നി. സോ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് സ്റ്റോറി ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഈ രജനീകാന്ത് പറഞ്ഞൊരു പേഴ്സൺ ഒരു പ്ലേസിൽ നിന്നിട്ട് വേൾഡ് വൈഡ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ശ്രുതി ഹാസനെ സേവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന് ചില കാര്യങ്ങളൊന്നും ലോജിക്കില്ലാതെ തോന്നി. പക്ഷെ നമ്മൾ ചില മൂവീസൊക്കെ നോക്കുമ്പോൾ നല്ല മൂവീസ് ആയിരിക്കും, പക്ഷെ നമുക്ക് എല്ലാവരും ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ രജനീകാന്തിൻ്റെ പ്രസൻസ് കാണാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഈ മൂവിക്ക് പോയത്. സോ നല്ലൊരു മൂവിയാണ്, കുഴപ്പമില്ല, എല്ലാവരും പോയി വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു വർക്കിനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതിലുപരി അതിൽ അവർ ഇടുന്ന എഫേർട്ടിനും കാര്യങ്ങളും നമ്മളൊന്ന് ജസ്റ്റ്
കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ അതൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ അത് ടോട്ടൽ മൂവിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് കൂടുതലുപരി ഒരു വർക്കിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നും. അങ്ങനെയാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഈസ് ദ റിവ്യൂ. സോ എല്ലാവരും പോയി കാണുക. അത്രയേ ഉള്ളൂ. ബൈ.